നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണം എന്നതാണ് എൻ്റെ സ്വപ്നം. പറഞ്ഞത് കോൺഗ്രസിൻ്റെ യുവ തുർക്കി രാഹുൽ ഗാന്ധിയാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു മൂർധന്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ്, എനിക്കിങ്ങനെ ഒരു സ്വപ്നമുണ്ട്, കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്തായിരിക്കും സാർ? എന്തോ ഒരു രാഷ്ട്രീയ കാരണം അതിൻ്റെ പുറകിൽ ഉണ്ടാകും എന്ന് പൊതുവെ കരുതപ്പെടുന്നു. രാഹുൽ ഗാന്ധി അങ്ങനെ വെറുതെ പറഞ്ഞതാണോ? അല്ല, ഈ പറഞ്ഞത് രാഹുലായതുകൊണ്ടാണ് ചർച്ച ഇത്രയധികം വന്നത്. അതെ. ഇപ്പോൾ രാഹുലിനെ അത്ര കണ്ട് രാഷ്ട്രീയ പക്വത ഇല്ലാത്ത ഒരാളാണെന്നാണ് സാധാരണഗതിയിൽ എല്ലാവരും പറയുന്നത്. അത് തെളിയിക്കുന്ന പ്രസ്താവനയാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം പറഞ്ഞത് ചർച്ചകളായി. സത്യം നമുക്ക് കുറച്ചൊക്കെ പിന്നോട്ട് പോയി വന്നാലേ, അപ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇന്ന് അങ്ങനെ ഒരു ചിന്താഗതി, അതും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആരെങ്കിലും കുത്തിവെച്ചത് കൊടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. നമുക്ക് കുറച്ച് പിന്നോട്ട് പോയി വന്നാൽ പൊതുവേ രാഹുൽ അങ്ങനെയാണ്. ഈ ഫീഡ് ചെയ്യുന്നതിനനുസരിച്ച് അദ്ദേഹം പ്രസ്താവന ഇറക്കുന്ന ആളാണ്. ലേശം പിന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് KR ഗൗരി പിന്നെ കേരള മുഖ്യമന്ത്രിയാകുമെന്ന ഘട്ടം ഒരു ചിന്തയെങ്കിലും ജനിപ്പിക്കാൻ 87 തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ പിന്നെ എന്താണ് കൃത്യമായി തന്നെ അതിനെ അട്ടിമറിക്കാൻ സാധിച്ചു. അതൊരു പുരുഷ മേധാവിത്വ പിന്നെ സൊസൈറ്റി ആയതുകൊണ്ട് തന്നെയാണ്, ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഉറപ്പായും. ഇപ്പോൾ ആ പുരുഷ മേധാവിത്വത്തിൽ ഇപ്പോൾ കുറവ് വന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം നമുക്ക്, ഈ ഇലക്ഷൻ കഴിയുമ്പോൾ കേരളത്തിന് ഒരു പിന്നെ വനിതാ മുഖ്യമന്ത്രി ആര് ജയിച്ചാലും ഒരു വനിതാ മുഖ്യമന്ത്രി. ഞാനിത് പറയുന്നതിന് കാരണം, ഇന്ന് ഏതോ ഒരു പത്രത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ അധ്യക്ഷ PK ശ്രീമതിയുമായി ഒരു സംസാരമുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ നേതാക്കളും ഒക്കെ ആയിട്ടുള്ള സംസാരത്തിനിടയിൽ, അപ്പോൾ പാർട്ടി ഭരണത്തിൽ വന്നാൽ വനിതാ മുഖ്യമന്ത്രിയെക്കുറിച്ച് ആലോചിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആലോചിക്കാമെന്നാണ്. ഇപ്പോൾ കേട്ടാൽ PK ശ്രീമതിയാണോ CPM തീരുമാനം സാർ. എങ്കിലും ഞാൻ അവിടെ ഒരു അപവാദം എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്. CPM-നോ BJP-ക്കോ ഒരു വനിതാ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല, ഉണ്ടോ? ഒരിക്കലുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. KK ശൈലജ മാത്രമല്ല, മറ്റു പലരും ഉണ്ട് അവർക്ക്. BJP-യിൽ ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല, മറ്റു പലരും ഉണ്ട്. പക്ഷേ കോൺഗ്രസിൽ അത്ര എളുപ്പത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിയും? നമ്മുടെ യാഥാർത്ഥ്യത്തിൻ്റെ നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. അല്ല, നമുക്ക് പിന്നെ കാര്യത്തിലേക്ക് വരാമല്ലോ. അതിലേക്ക് തന്നെയാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പറയുന്നത്, ഈ BJP-യിൽ ഇപ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രി കിട്ടൽ യാതൊരു പ്രയാസമില്ല, CPM-ൽ യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഇത് ചിലപ്പോൾ കരുതി കൂട്ടിയുള്ള ചില പിന്നെ ചിന്തകൾ ഇത് ഈ വഴിക്ക് വന്നുകൂടായികയില്ല. കാരണം ഇപ്പോൾ രാഹുലിന് തന്നെ ഇടക്കാലത്ത് എന്തിനാണ് ഇങ്ങനെ നടന്ന് തോൽക്കാനായിട്ട് ജീവിക്കുന്നത്, അതിലും ഭേദം കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നുകൂടെ എന്നൊരു ചോദ്യം ഇടക്കാലത്ത് ഉയർന്നു വന്നിരുന്നു. തമാശയ്ക്ക് ആൾക്കാർ ചോദിച്ചാണെങ്കിൽ കൂടിയും ഇനി ഇരുന്നാലത്തെ സ്ഥിതി അങ്ങനെ സംഭവിക്കാനിടയില്ല. അന്ന് അതിനൊരു വ്യാഖ്യാനം കൂടെ ഉണ്ടായി. നരേന്ദ്രമോദി എങ്ങനെ വന്നു? ഗുജറാത്ത് വഴിയാണ് വന്നത്. അതെ, അതൊക്കെ തന്നെയാണ് അന്നത്തെ. അതാണ് ഞാൻ പറയുന്നത്. അതായത് പഴയ വാജ്പേയിയൊക്കെ നേരിട്ട് പ്രധാനമന്ത്രി ആയതുപോലെയുള്ള ആ കാലം കഴിഞ്ഞു. ഇനി അത്ര എളുപ്പമല്ല. ഇതൊന്നും സംഭവിച്ചിട്ടില്ല, എന്തായാലും സംഭവിച്ചുകൂടാത്ത കാര്യവുമല്ല. അപ്പം അങ്ങനെയെങ്കിൽ ഇപ്പോൾ രാഹുലിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളെ വയനാട് കൊണ്ട് മത്സരിപ്പിച്ചിട്ടുണ്ടല്ലോ. എങ്ങാണ്ട് അവരുടെ പേരിലേക്ക് കൊണ്ടൊരു കുറി വീഴുകയാണെങ്കിൽ ഇനി ഭാഷ അറിഞ്ഞൂടാ എന്നുള്ള പേര്, ആ ഭാഷയുടെ തടസ്സമല്ല. കാരണം ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ നവീൻ പട്നായക്, അവർക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം. കേരളത്തിൽ ഇംഗ്ലീഷ് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. മാത്രമല്ല പിന്നെ ഇന്ത്യയിൽ തന്നെ പല ആൾക്കാരും അങ്ങനെ പിന്നെ ഭരണത്തിൽ മുകളിൽ ഇരുന്നിട്ടുമുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിമാർ തന്നെ നമുക്ക് ഏറ്റവും ഒടുവിൽ നവീൻ പട്നായക്, അദ്ദേഹത്തിന് ഒഡീഷയിൽ അദ്ദേഹത്തിന് വർക്കിംഗ് നോളജ് വളരെ കുറവായിരുന്നു. അല്ല, അവിടെ ജനിച്ചു പഠിച്ചു ഒക്കെ ശരിയാണ്, പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് ആരോപണം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ പിന്നെ വലിയ പരാതി ഉണ്ടായിരുന്നില്ല. വലിയ വിവാദങ്ങളൊന്നും ഇല്ലാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയി. അല്ല, മാത്രമല്ല അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയിട്ടാണ് ഒഡിയ ഭാഷ സംസാരിക്കുന്നതൊക്കെ ഉള്ള ആരോപണം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഭംഗിയായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് പോയി. അവസാനം വന്നപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് ഈ ഭാഷ പഠിച്ചെടുക്കാൻ ഒഡിയക്കാരനാണല്ലോ, സ്വാഭാവികമായിട്ട് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഭരിക്കാൻ ഭാഷ ഒരു തടസ്സം എന്നുള്ളത് ഒരിക്കലും അല്ല.
അതൊക്കെ ഒരുക്കി. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ തന്നെ ചങ്കടി തുടങ്ങി. കാരണം ഏതെങ്കിലും തവണ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരു വലിയ അടി എന്തായാലും നമുക്ക്, ഞാൻ ഉറപ്പ് പറയുന്നത് കോൺഗ്രസ് ആണ് പിന്നെ വരുന്നതെങ്കിൽ 2 ആഴ്ച നമ്മൾ മാധ്യമങ്ങൾക്ക് കുശാലത് കൂട്ടടിയായിരിക്കും. അപ്പോൾ ഈ അടിക്ക് ഒടുവിൽ ഈ പറഞ്ഞതുപോലെ ഇങ്ങനൊരു സംഭവം വന്നാൽ നൂലിൽ കെട്ടി ഓട് വിളിച്ച ഒരാളെ ഇറക്കി ഒരിക്കലും ഒരു MP അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്ന ഒരു, എനിക്ക് അങ്ങനെയാണ് ചിന്ത. ഇനി ഒരിക്കൽ കൂടി കോൺഗ്രസ് ഈ പിന്നെ കേന്ദ്രം ഭരിക്കും എന്നുള്ളത് എനിക്ക് ചിന്തയില്ല. ഇനി ആർക്കും അതിനെ കുറ്റം പറഞ്ഞാലും ശരി, എനിക്ക് ഈ ഘട്ടത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇതുവരെ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരിക്കൽ കൂടി ഞാൻ മരിക്കുന്നതിനകത്ത് കോൺഗ്രസിൽ നിന്ന് രാഹുലും പ്രിയങ്കയും എങ്കിലും ആകില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് ഒരു പോയിന്റിലെത്തി നിൽക്കണം. ഇതിനപ്പുറത്തേക്ക് ഒരു വളർച്ച ഇല്ല എന്ന് പറയുമ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നാൽ എന്താ കുഴപ്പം? അപ്പോൾ നമുക്ക് അതൊന്നും തള്ളിക്കളയാനൊന്നും പറ്റില്ല. അതിന്റെ മറുവശം കൂടി ചിന്തിക്കാം. അങ്ങനെ രാഹുലോ പ്രിയങ്കയോ മുഖ്യമന്ത്രി ആയാൽ ഈ പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസിലെ ഗ്രൂപ്പിസം ഒരു പരിധിവരെ അടങ്ങില്ലേ? അതൊന്നും എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം അപ്പോഴേ വിട്ടുപോയി. ഇതിനകത്ത് നിന്നിരുന്നതിന് കാര്യമുണ്ടോ? എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പോൾ ഒട്ടി നിൽക്കാൻ ഉള്ള ആൾക്കാർ മറ്റു മാർഗങ്ങൾ തേടിപ്പോകും എന്നുള്ളതാണ് കുറച്ചൊരു എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് ഒരുപക്ഷെ രാഹുൽ പറയുന്നു പിന്നെ എന്താണ് ആഴത്തിൽ ചിന്തിച്ചിട്ടായിരിക്കില്ല പറഞ്ഞത്. പക്ഷേ എവിടെയോ ഒരാൾ ഇങ്ങനെ ഒരു കുതന്ത്രം സൃഷ്ടിക്കാനുള്ള ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ സംസാരിക്കും. അതായത് ഇത് ആർക്കോ ഉള്ളൊരു മുന്നറിയിപ്പാണ്. മര്യാദയ്ക്ക് ഒതുങ്ങി നിന്നോ, ഇല്ലെങ്കിൽ നമ്മുടെ ആളുണ്ട് കൊണ്ടുവന്ന് നൂല് കെട്ടി ഇറക്കും, വേണ്ടി വന്നാൽ അതിനും ഞങ്ങൾ മടിക്കില്ല. ഇവിടെ ഒരു വഴക്ക് തമ്മിലടിച്ച് പിരിഞ്ഞ് പിന്നെ എന്തെങ്കിലും നേട്ടം കിട്ടിയതിന് ശേഷം ആ നേട്ടത്തിനെ ഇല്ലാതാക്കുന്നതിലും ഭേദം ഒരു പാവം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാലോ. നമ്മുടെ ആൾക്കാർക്ക് ഇനി മറ്റു കാര്യം കൂടിയുണ്ട്. കേരളത്തിലെ ആൾക്കാർക്ക്, കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല, അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികൾക്ക് തന്നെ ഈ നെഹ്റു ഫാമിലിയോട് ഇപ്പോഴും ഒരു അടിമത്ത വിചാരമുള്ള ആൾക്കാർ കേരളത്തിൽ സ്റ്റിൽ അവശേഷിക്കുന്നുണ്ട്. ഡൈനാസ്റ്റി കൾച്ചർ ഉണ്ട്. അത് പക്ഷേ കോൺഗ്രസ്സുകാർക്ക് പുറത്തുള്ള ആൾക്കാരിലും പലർക്കും ഇത് പിന്നെ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അവർക്കൊക്കെ ഒരു തൃപ്തിയായിരിക്കും. മാത്രമല്ല പിന്നെ സോണിയയുടെ മകളാണ്, ആ ഒരു ധാരണയും പിന്നെ രാജീവിന്റെ മകളാണ് സോണിയ എന്നുള്ള, ഞാൻ എടുത്തന്നെ പറയും, ഇന്ദിരയുടെ രൂപസാദൃശ്യമുള്ള കൊച്ചുമകളാണ്. നമ്മളെപ്പോഴും അതിൻ്റെയൊക്കെ പിന്നെ നടക്കുന്നത്. ഇന്ദിരയുടെ രൂപസാദൃശ്യം, സോണിയയുടെ മകൾ, രാജീവിന്റെ മകൾ. ഇങ്ങനെ ഹിന്ദുവായി വ്യാഖ്യാനിക്കാം, ക്രിസ്ത്യനായി വ്യാഖ്യാനിക്കാം, ചേരുവകളെല്ലാം ഒത്തു വരുന്നുണ്ട്. അപ്പോൾ ഇനി കോൺഗ്രസിന്റെ വഴക്ക് തീർക്കാനുള്ളൊരു ആയുധമായി മാറാം. അതെ, ഇങ്ങനെ പല നിലവിൽ വയനാട് എം കൂടിയാണ്. കേരളത്തെ അറിയാം. ഇപ്പോൾ MP ആയി പിന്നെ ഒരു ലാംഗ്വേജ് ബാരിയർ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരെ പിന്നെ ഉറപ്പായും പിന്നെ അവിടെ രാഹുൽ ഗാന്ധിക്ക് നല്ല അറിയാമായിരുന്നു. ഇല്ലല്ലോ, ഇപ്പോൾ ഇവർക്കറിയാമോ? അറിഞ്ഞുകൂടാ. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ബെന്നത്തുവാല പണ്ട് ഇതൊക്കെ ശശി തരൂര് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ ഒരു വലിയ ആക്ഷേപം അദ്ദേഹത്തിന് മലയാളം അറിയില്ല എന്നുള്ള. സുകുമാർ അഴീക്കോടിനെ പോലെയുള്ള വലിയ മഹാന്മാരായ ആൾക്കാർ വരെ അതിരൂക്ഷമായിട്ട് തരൂരിനെ വിമർശിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി, ഞാൻ ഇവിടുന്ന് ഡൽഹി പോയി, മലയാളം മാത്രം അറിയുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഡൽഹി പോയി എങ്ങനെ കാര്യങ്ങൾ പറയും? എനിക്ക് ഇംഗ്ലീഷ് നല്ലവണ്ണം അറിയുന്നത് കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ പ്രശ്നങ്ങൾ ഡൽഹിയിൽ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു MP ആയി ഞാൻ മാറില്ലേ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി കിട്ടിയതോടുകൂടി ഇടതുപക്ഷം വായടച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ പാർലമെൻറ്റിൽ ചെന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ ഇംഗ്ലീഷ് ഒരു അനിവാര്യ ഘടകമല്ല. എന്നാലും പക്ഷേ എങ്കിൽ കൂടി അപ്പോൾ ശരിക്കും കാര്യങ്ങൾ പഠിക്കുക, അവതരിപ്പിക്കുക, അതിനുള്ള കഴിവുണ്ടായിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. അപ്പോൾ പിന്നെ ഇതിനകത്തൊന്നും ഒരു പിന്നെ ലാംഗ്വേജ് ബാരിയർ ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയില്ല. പക്ഷേ ഇത് കരുതി കൂട്ടി രാഹുൽ മനഃപൂർവ്വം അദ്ദേഹത്തിൻ്റെ മാത്രം തലച്ചോറിലുണ്ടായ ഒരു വിഷയമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കൃത്യമായ ഒരു കുത്തിത്തിരിപ്പിന് വേണ്ടി സംഭവം ചെയ്തതാണ്. നിങ്ങൾ ഈ കടന്ന് ബോളം വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വേറെ മാർഗ്ഗങ്ങളുണ്ട്, അത് തേടാൻ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അത് ഞങ്ങൾ മടിക്കില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. ഇനി അങ്ങനൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ആൾക്കാർക്ക് സന്തോഷമായിരിക്കും. അതാണ് സംഭവം. അല്ലാതെ ഇതുകൊണ്ട് ഇപ്പോൾ ഒരു വോട്ടിനെ ബാധിക്കുകയോ കാര്യങ്ങളോ ഒന്നും. അതായത് കോൺഗ്രസിനുള്ളിലെ ഈ ഗ്രൂപ്പിസം ഒരു വിഷയമാകാതെ വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ വോട്ട് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ഐക്കണാണ് രാഹുൽ. സംശയമൊന്നും അതിന് വേണ്ടുന്ന ഒരു മുന്നൊരുക്കമാണ് രാഹുലിൻ്റെ വാക്കുകളിൽ. എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ പിന്നെ ഒന്ന് ഓർത്ത് നോക്കി, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രാഹുലിവിടെ വരുമ്പോൾ രാഹുലിവിടെ വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച ഇടതുപക്ഷക്കാരുണ്ട്. അവർക്കറിയാം രാഹുലിയുടെ സ്വാഭാവികം എത്ര നിങ്ങൾ പൊട്ടാനെന്ന് വിളിച്ചാലും, നിങ്ങൾ എത്ര കളിയാക്കിയാലും ഈ മനുഷ്യൻ വന്ന് നിൽക്കുമ്പോൾ ചുറ്റുപാടുമുള്ള ഒരു വൈബുണ്ട്. അത് ആണ് ഇടതുപക്ഷം വന്ന് ഭയന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇന്ത്യ മുന്നണി ചപ്പ് ചവർന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കി. കാരണം അതിനൊരു ഭയപ്പാടുണ്ട്. നേരെ മറിച്ച് ഇപ്പോൾ രാഹുലിനെ തന്നെ ഇവർ സീമായിട്ട് ഉയർത്തി കാണിച്ചു നോക്കിയേ.
അതും കേരളത്തിൽ ഗുണം ചെയ്യുമെന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ മറ്റു പാർട്ടികൾ ചിലപ്പോൾ ഇതിൻ്റെ നേരെ വിപരീത ദിശയിൽ സഞ്ചരിച്ച് ചില നേട്ടങ്ങൾ അവർ ഉണ്ടാക്കിയെടുക്കും. പക്ഷേ എങ്കിലും കോൺഗ്രസ്സിന് ആത്യന്തികമായി ഇനി മത്സരിക്കുമെന്ന് പറഞ്ഞാൽ ഇത് എതിർക്കാൻ കോൺഗ്രസ്സിന് ആരുണ്ടാവും? തൽക്കാലം ആരും ഉണ്ടാകില്ല. പിന്നെ താങ്കൾ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിനകത്തുനിന്ന് ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ളൊരു ന്യായം വരുമ്പോൾ അതിന് ഒരു സ്ത്രീകളെയും നമ്മൾ താഴ്ത്തിക്കെട്ടി പറയുന്നതല്ല. പക്ഷേ ഇപ്പോൾ അതിന് പറ്റിയ ആളില്ല. ഇപ്പോൾ ജെൻഡർ വ്യത്യാസമില്ലാതെ ആരാണ് യോഗ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ്സിനകത്ത് നിന്ന് മേൽക്കൈ വരുന്നത് പുരുഷന്മാർക്കാണ്. അതിന് പ്രാപ്തയായ ഇപ്പോൾ അല്ല, അത് നമ്മൾ 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ കണ്ടതാണ്. ഒരു വയനാട് നിന്ന് ഒരു ആദിവാസി വിഭാഗത്തിൽ നിന്ന് ജയിച്ചു വന്ന ഒരു മന്ത്രിയെ അവർക്ക് കിട്ടി, ജയലക്ഷ്മി. ആ മന്ത്രിയെ എങ്ങനെയെല്ലാം കോൺഗ്രസ്സുകാർ, വയനാടുള്ളവർ, മലബാറിലെ കോൺഗ്രസ്സുകാർ എങ്ങനെയെല്ലാം പോച്ച് നശിപ്പിച്ച് അവരുടെ കരിയർ ഇല്ലാതാക്കി കൊടുത്തു എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് തന്നെ അവർ തന്നെ പാടി പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. അത് ഈ രണ്ട് പട്ടികകളിലും കോൺഗ്രസ്സിലും ഇപ്പോൾ പിന്നെ BJP തന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഈ 33% കൃത്യമായിട്ട് പാലിച്ചിട്ടില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ നിർത്തിയിരിക്കുന്നത് പിന്നെ BJP തന്നെയാണ്. ഏതാണ്ട് അടുത്ത് വരെ എത്തി നിൽക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ പട്ടികയിലും CPM-ൻ്റെ പട്ടികയിലും വനിതാ പ്രാതിനിധ്യം വളരെ കുറവാണ്. പക്ഷെ തമ്മിൽ ഭേദം CPM ആണ്. തമ്മിൽ ഭേദം CPM ആണ്. അത് പണ്ടും അങ്ങനെ തന്നെയാണ്. അവർക്ക് അതിനകത്ത് കടന്നു വരാൻ ഇപ്പോൾ CPM അങ്ങനെ പറയുമ്പോൾ അതിനകത്തൊരു ഇപ്പോൾ പേരാവൂരിൽ ഇവരുണ്ട്, ശൈലജ ടീച്ചറുണ്ട്. ഒന്നുമില്ലെങ്കിൽ നല്ല പൊളിറ്റിക്കൽ പാരമ്പര്യമുണ്ട്. ഇന്ന് PK സെൻപതി പറഞ്ഞിരിക്കുന്നത് പിന്നെ തളിപ്പറമ്പിൽ നിന്ന് മോശമല്ലാത്തൊരു വനിതയാണ് മത്സരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്യാമളയുണ്ട്, ആറ്റിങ്ങലിൽ അംബികയുണ്ട്, അതുപോലെ വീണ ജോർജ് മത്സരിക്കുന്നു. അങ്ങനെ ഒരുപാട് പേര് മത്സരിക്കും. ഇപ്പം വേണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ പിന്നെ ഈ സംസ്ഥാനത്തിൽ വന്നിട്ട് തോറ്റുപോയിട്ടുണ്ട് എങ്കിൽ കൂടിയും നമ്മുടെ ഷാനിമോൾ ഉസ്മാൻ ഉണ്ട്. അവർക്ക് പാരമ്പര്യമുള്ള ആൾക്കാരില്ല. കോൺഗ്രസിന് തീർച്ചയായിട്ടും പാരമ്പര്യമുള്ള ആൾക്കാരൊക്കെ കോൺഗ്രസിനുള്ളിലുണ്ട്. പക്ഷെ അതിൽ എത്ര പേര് ചെറുപ്പക്കാര് തന്നെ ധാരാളം നല്ല കുട്ടികളുണ്ടെന്നേ. പക്ഷെ അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നതിലാണ് വിഷയം. അല്ല ഇപ്പോൾ പാലാ മുനിസിപ്പൽ മറ്റേ പുളിക്കകണ്ടം കുടുംബത്തിലെ പെൺകുട്ടിയാണല്ലോ ഭരിക്കുന്നത്. പിന്നെ CPM-ന് ഒന്നും കുറ്റം പറയാൻ കഴിയില്ല. ഇവിടെ മേയറാക്കി CPM പരീക്ഷിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഒരു പരീക്ഷ അത് പരാജയപ്പെട്ടു പോയെങ്കിലും അതൊരു മികച്ച പരീക്ഷണമായിരുന്നു. അത് അവിടെ കയറ്റി ഇരുത്തുന്നത്. പക്ഷെ അതൊരിക്കലും അങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ കോൺഗ്രസ് സമീപകാലം വരെ ധൈര്യം കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ കാണുന്ന ഒരു ചെറിയ പ്രത്യേകത, നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ വൈഷ്ണ സുരേഷിനെ പോലെയുള്ള പെൺകുട്ടികളെ ഒന്ന് തല പൊക്കാൻ അനുവദിച്ചിട്ടുണ്ട്. ഇനി അത് എത്രത്തോളം തല ഉയർത്തി നിൽക്കാൻ കഴിയും എന്നൊരു ചോദ്യം അവശേഷിക്കരുത്. ഇത് അങ്ങനെ സംഭവിച്ചാൽ നമ്മളതിനെ ഇരു കൈ നീട്ടി സ്വീകരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഉള്ളതിൽ നിന്നും ജയിച്ചു വരുന്നതിൽ നിന്ന് ആരിപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു വനിതയെ CM ആക്കിയാൽ അത് നമ്മൾ സ്വീകരിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കുറച്ച് ഈ പിന്നെ എക്സ്പീരിയൻസ് കുറവാണെങ്കിൽ കൂടിയും ബാക്കിയുള്ളവരുണ്ടല്ലോ. അതെ അതെ അത് പിന്നെ പ്രധാനപ്പെട്ട ഒരുപാട് മാർഗങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലെങ്കിൽ പറ്റകൈ പ്രയോഗം എന്നുള്ളതിൽ പ്രിയങ്കയുണ്ട് എന്നൊരു സംഭവം. സാർ, അപ്പോൾ ഈ കോൺഗ്രസ്സിലെ നേതാക്കൾ, ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല, തച്ചു വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രി കുപ്പായം എന്ത് ചെയ്യും എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നതാണ് പറഞ്ഞത്. അത് പിന്നെ അങ്ങനെ ഒരു കടിപിടി വരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സൊല്യൂഷൻ വരുന്നതുകൊണ്ട് ആ കടിപിടി കുറയ്ക്കാനെങ്കിലും പറ്റും. നിങ്ങളിങ്ങനെ വഴിക്ക് കൂടിയാൽ എന്ന് പറയുമ്പോൾ ഇത് വിട്ടുപോകലും ഒത്തുചേരലും കോൺഗ്രസിൽ പുതുമയുള്ള കാര്യമല്ല. അധികാരം അവർക്കൊരു വലിയ വിഷയമാണ്. എല്ലാവർക്കും അധികാര വിഷയമാണ്. കോൺഗ്രസിൽ ഇനി ഒരു ദിവസം കൂടി അവർക്ക് പുറത്തേക്കാൻ താല്പര്യമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരത്തിൽ തിരിച്ചു വരണം. മെയ് 4-ാം തീയതി വരെ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പിന്നെ ഭീകരമായൊരു വഴക്കിലേക്ക് പോയി കോൺഗ്രസിൻ്റെ ഇപ്പോഴുള്ള എല്ലാ സാധ്യതകളും മങ്ങിക്കുമെങ്കിൽ ഈ ഒരു പോംവഴിയേ ഉള്ളൂ എന്നാണ്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി കളമറിഞ്ഞ്, വെറുതെ വിടുവായത്തിനൊന്നും പറഞ്ഞതല്ല, കളമറിഞ്ഞ് തന്നെയാണ് പറഞ്ഞത്. ഈ വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. അവിടെ ഈ കോൺഗ്രസ്സിന് തമ്മിലടിക്കാനുള്ള യാതൊരു സാഹചര്യവും സൃഷ്ടിക്കരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഞങ്ങളുടെ കയ്യിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരർത്ഥത്തിൽ അതൊരു സമ്മർദ്ദവുമാണ്, അതൊരു ഭീഷണിയുമാണ്. അത് തന്നെയാണ് പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.